മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ശ്രീ പ്രേംകുമാർ എസ് പ്രേംകുമാർ ഇവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അയൽക്കൂട്ടത്തിലെ അംഗങ്ങളായിട്ടുള്ള വനിതകൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി 2020-21 മുതൽ നടപ്പാക്കുന്നുണ്ട്. അത് 10 ലക്ഷം പേർ അതിൽ അംഗങ്ങളായ വിവരം കൂടി പറയാനാണ് പത്രസമ്മേളനം വിളിച്ചത്. പക്ഷേ ഈ സമയമായപ്പോഴേക്കും അത് 11.28 ലക്ഷം പേർ അംഗങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. 11,28,381 കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത, കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സ്വാഭാവികമായ മരണമോ അപകട മരണമോ സംഭവിച്ചാൽ സാമ്പത്തികമായുള്ള സഹായം, പിന്തുണ ഉറപ്പാക്കുന്നു ഈ പദ്ധതി എന്നതാണ്. അത് LICയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപകടം പറ്റിയ ഒരു കുടുംബശ്രീ അംഗത്തിന് സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും 3 കൂട്ടരും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇപ്പം നിലവിലുള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ, അയൽക്കൂട്ടത്തിൽ അംഗങ്ങൾ ആരെങ്കിലും വായ്പ എടുത്താൽ, ലിങ്കേജ് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് മരണം സംഭവിച്ചാൽ ആ അംഗത്തിന്റെ വായ്പ മറ്റുള്ളവരുടെ ബാധ്യതയായിട്ട് മാറുന്നു എന്നതാണ് നിലവിലുള്ള സ്ഥിതി. ആ ബാധ്യത കൂടി അവരെ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഇൻഷുറൻസ് വരുന്നതോടുകൂടി ആ ബാധ്യത ഒഴിവാകും. ഈ ഇൻഷുറൻസ് തുകയിൽ നിന്ന് ആ ബാധ്യത നിറവേറ്റുകയും ബാക്കി തുക മരണപ്പെട്ട കുടുംബശ്രീ അംഗത്തിന്റെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും. പതിനെട്ട് വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാം. 174 രൂപയാണ് വാർഷിക പ്രീമിയം. 174 രൂപ മാത്രമാണ് വാർഷിക പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഇതില് ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ ലഭിക്കുന്നത് 51 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 45,000 രൂപ, 61 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് 10,000 രൂപ, 71 മുതൽ 74 വയസ്സ് വരെയുള്ളവർക്ക് 10,000 രൂപ എന്നിങ്ങനെയാണ് പോളിസി തുക ലഭിക്കുക. 18-നും 50-നും ഇടയിലുള്ളവർക്ക് 1 ലക്ഷം രൂപ ലഭിക്കും. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് മരണം സംഭവിച്ചാൽ 1 ലക്ഷം രൂപ ധനസഹായമായിട്ട്, ഇൻഷുറൻസ് തുകയായിട്ട് ലഭിക്കും. റിസോഴ്സ് പേഴ്സൺമാരായിട്ടുള്ള ബീമാമിത്ര വഴിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നുള്ള പ്രീമിയത്തിന്റെ സമാഹരണം നടക്കുന്നത്. പുതുതായിട്ട് അംഗങ്ങളെ ചേർക്കുന്നതും അതുപോലെ പോളിസി പുതുക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ബീമാമിത്ര വഴിയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഈ ഇൻഷുറൻസ് പദ്ധതി, ജീവൻ ദീപം ഒരുമ എന്ന പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി 10 ലക്ഷം ലക്ഷ്യമിട്ടത് ഇതിനകം 11.28 ലക്ഷം പേർ ഇതിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുടുംബശ്രീ NULM പദ്ധതിയുടെ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീയാണ് പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ മുഖേന കേരളത്തിലെ 93 നഗരസഭകളിലും 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനും ഉൾപ്പെടെ 93 നഗരസഭകളിലും ഈ പദ്ധതി 2015 മുതൽ നടപ്പാക്കി വരികയാണ്. ഇക്കാര്യത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള മികവിൽ കേരളത്തിന് ദേശീയ സ്പാർക്ക് റാങ്കിങ്ങിൽ തുടർച്ചയായി 6 തവണ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 6 തവണ പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അത് കുടുംബശ്രീയുടെ തൊപ്പിയിലുള്ള ഒരു പൊൻതൂവലാണ്. കുടുംബശ്രീയുടെ മികവിനുള്ള അംഗീകാരമാണത്. പുരസ്കാരം ലഭിച്ചു എന്ന് മാത്രമല്ല,